ഗോവ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ നോർത്ത് ഗോവയാണ് കറങ്ങാൻ പോകുന്നത്. രാവിലെ വണ്ടി എടുത്തപ്പോൾ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു സ്കൂട്ടി ആക്സിഡന്റ്, വലിയ കുഴപ്പങ്ങളൊന്നും. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ആദ്യം തന്നെ അഗോഡ ഫോർട്ടിക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ടീം എല്ലാവരും വരിവരിയായി നിന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്ത് അകത്ത് കയറാൻ തുടങ്ങി. ഗോവ കറങ്ങാൻ വരുന്നത് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അഗോഡ ഫോർട്ട്. ഇതൊരു പഴയ പോർച്ചുഗീസ് കോട്ടയാണ്. ഇവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള അറബിക്കടലിലെ കാഴ്ചകളും കാണാം. ഈ കോട്ടന്റെ പേരായ അഗോഡ എന്നത് പോർച്ചുഗീസ് വാക്കായ അഗോയിൽ നിന്നാണ്, അതായത് വെള്ളം. പണ്ട് ഈ കോട്ടയിലായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണി. പിന്നെ ഏഷ്യയിലെ ആദ്യത്തെ ലൈറ്റേഴ്സും ഇവിടെ തന്നെയാണ്. ഇവിടെ കാണുന്നത് ഈ കോട്ടന്റെ പഴയകാല ഫോട്ടോകളാണ്. അങ്ങനെ ഫോർട്ട് കണ്ട് വണ്ടി എടുത്ത് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അടുത്ത ഒരു ബീച്ചാണ്, സിംഗോറിയം ബീച്ച്. വലിയ രീതിക്ക് തിരക്കൊന്നും വരാത്ത ബീച്ചാണ്. അധികം ആളുകളൊന്നുമില്ല. സമാധാനത്തിലൊക്കെ ഇവിടെ വന്നിട്ടിരിക്കാം. ഇനിയിപ്പോ ഉച്ച ആയതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കുറച്ചേരം ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവിടെ കുറച്ചേരം കറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നോക്കിയപ്പോൾ ഇവിടെ ഫസീനോയുടെ സ്കൂട്ടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾക്ക് റെന്റിന് കൊടുക്കാനുള്ളതാണ്. ഇത് അടുത്ത സ്പോട്ടാണ്, കണ്ടോളിയം ബീച്ച്. ഇവിടെ നമുക്ക് ബീച്ചിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡും ഷോപ്പിംഗ് ചെയ്യാൻ കുറെ ഐറ്റംസ് ഉണ്ട്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റും ഉണ്ട്. പിന്നെ വാങ്ങുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങും. ഇതാണ് ഉച്ച സമയത്ത് കണ്ടോളിയം ബീച്ചിന്റെ അവസ്ഥ. പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ രീതിക്ക് ആളും ബഹളവും തോന്നുന്നില്ല. അതേസമയം ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോഴാണ് ബീച്ചിൽ ഫുൾ ആൾക്കാർ കളിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഈ നട്ടുച്ച സമയത്തും ഈ ബീച്ചിൽ കളിക്കുക ആൾക്കാരുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ പോയി നമ്മൾ ഫുഡ് കഴിക്കാം. മീൽസ് ആണ് കഴിച്ചത്. പിന്നെ അടുത്ത സ്പോട്ടായ നേരെ ബാഗ ബീച്ചിലേക്ക്. ഗോവയിലെ ഏറ്റവും ഫേമസ് ആയ ബീച്ചുകളിൽ നിന്നാണ് ബാഗ ബീച്ച്. നല്ല പാർട്ടി മൂഡും വാട്ടർ സ്പോർട്സും പിന്നെ സീ ഫുഡും കിട്ടുന്ന ഷാക്കുകളാണ് ഇവിടെ ഉള്ളത്. രാത്രി ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. പിന്നെ ടിറ്റോസ് ലൈനൊക്കെ ഈ ഒരു ബീച്ചിന്റെ സറൗണ്ടിലാണ് വരുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം കയറി. ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ വല്ലതുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. കുറെ കീ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ രാത്രിയാണ്. അതായത് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിന്റെ അപ്പുറത്ത് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ പള്ളി വരുന്നത്. ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പൊ ആ പള്ളിയിലെ ലൈറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. പോകുന്ന വഴി വേറൊരു കാഴ്ചയും കണ്ടു. ഫുള്ള് ആനിമി ക്യാരക്ടേഴ്സിന്റെ ടോയ്സ്. ഇവിടെ പിന്നെ കുറെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ പല പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും അവര് നല്ല റേറ്റ് പറയുന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങളിപ്പോൾ നടന്നു കിടന്ന് ബീച്ചിലെത്തി. ഇതാണ് കാലങ്കുറ്റെ ബീച്ച്. ഇതിന്റെ നൈറ്റ് ആംബിയൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്.